നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം പകരുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പതിനായിരങ്ങൾ ഈ ശുശ്രൂഷകൾ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ മേലും സകല ജനത്തിൻ്റെ മേലും ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിൻ്റെ അത്ഭുത അഭിഷേകം പകരപ്പെടണം. ഉന്നതത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങളാൽ കുടുംബങ്ങൾ നിറയണം. ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവനാമത്തിൽ വിടുതൽ പ്രാപിക്കാൻ കുടുംബങ്ങൾ ഉണരണം. സ്ലീഹന്മാരെ പൂരിതമാക്കിയ പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാരെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ മേലും സകല കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവേ, ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കാൻ, ഈ പ്രഭാത ദൈവത്തെ ആരാധിക്കാൻ, ഈ നിമിഷങ്ങൾ ഉള്ളു തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അപ്പോസ്തലന്മാരുടെ മേൽ അയച്ച ആത്മാവിനെ ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. സമൂഹങ്ങൾ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, ദൈവമക്കൾ ഉണരട്ടെ, വലിയ വിടുതൽ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. അഭിഷേക ശക്തി ജ്വലിക്കട്ടെ, മന്ദത മാറിപ്പോകട്ടെ, ഉണർവിന്റെ ശക്തി ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിലെ ദൈവം തൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം പകരുന്നൊരു ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കുടുംബത്തിൽ വളർത്തുമൃഗങ്ങളിലോ കൃഷിയിടങ്ങളിലോ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തന മേഖലകളിലോ ദുഷ്ടശക്തിയുടെ ഉപദ്രവങ്ങളോ അന്ധകാര സേനകളുടെ ശല്യങ്ങളോ വിപരീത ശക്തികളുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട് എന്ന് തന്നെയാണ് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി വന്നൊരു സങ്കടം ഉണർത്തിച്ചു. ആ വ്യക്തിയുടെ പറമ്പിൽ ഫലവൃക്ഷാദികളൊന്നും കായ്ക്കുന്നില്ല. ഒരൊറ്റ വൃക്ഷം പോലും പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യാത്തൊരു പറമ്പ്. ഞാൻ ചോദിച്ചു, അടുത്ത പറമ്പുകളിലേക്കോ? അടുത്ത പറമ്പുകളിലെല്ലാം വൃക്ഷങ്ങൾ കായ്ക്കുന്നുണ്ട്. ഇവരുടെ കോമ്പൗണ്ടിനുള്ളിൽ ഒറ്റ വൃക്ഷങ്ങളും കായ്ക്കുന്നില്ല. അപ്പോൾ ആ പറമ്പിൻ്റെ മേലുള്ള
എല്ലാ തിന്മയുടെ കെട്ടുകളെ ശാസിച്ച് ആ ഫലവൃക്ഷാദികൾ കായ്ക്കാൻ തക്കത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഫലവൃക്ഷം കൊണ്ട് കൽപ്പിച്ചു. ഫലവൃക്ഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഫലം പുറപ്പെടുവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബാംഗങ്ങളെല്ലാം ടീമിനോടൊന്നിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി മണ്ണിൻ്റെ മേലും കാലാവസ്ഥയുടെ മേലും വ്യാപരിച്ചു. സീസൺ ആയപ്പോൾ മാവും പ്ലാവും ആ കോമ്പൗണ്ടിലുണ്ടായിരുന്ന ഫലവൃക്ഷാദികളെല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്ത് ഫലം ചൂടി നിൽക്കുന്ന രംഗമാണ് ആ വർഷത്തെ സീസണിൽ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രദേശത്തുള്ള എല്ലാ ദൈവമക്കളും ഈ സംഭവം കണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 89-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം ദൈവം തൻ്റെ ഇഷ്ടദാസനായ ദാവീദിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ അവൻ്റെ അധികാര സമുദ്രത്തിൻ്റെ മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും. ഞാൻ അവൻ്റെ അധികാര സമുദ്രത്തിൻ്റെ മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും. പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം നൽകുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. മോശ പ്രവാചകൻ സമുദ്രത്തിൻ്റെ ചെങ്കടലിന് തീരത്ത് നിന്നപ്പോൾ സമുദ്രത്തെ കീറി മുറിക്കാനുള്ള ശക്തി ദൈവം മോശ പ്രവാചകൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ പ്രവാചകൻ തീക്കല്ല് പോലുള്ള പാറയുടെ അരികിൽ നിന്നപ്പോൾ ആ പാറ പിളർന്ന് അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാനുള്ള ശക്തി മോശയുടെ കരങ്ങളിലേക്ക് ദൈവം വെച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം നൽകുന്ന ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ ശല്യങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുവിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മണ്ണും കാലാവസ്ഥയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉറവകൾ, കിണർ, നിങ്ങളുടെ കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ഈ മേഖലകളിൽ നിങ്ങൾ നേരിടുന്ന ഓരോ എതിർശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് കെട്ടുകളഴിച്ച് വിടുവിക്കുന്ന ശുശ്രൂഷയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയാണ് ദൈവജനം വിടുതലിൽ ഇരിക്കണം എന്നുള്ളത്, ദൈവജനത്തിൻ്റെ കെട്ടുകൾ അഴിക്കണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 68-ാം അധ്യായത്തിൽ 20-ാം വാക്യം, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, നമ്മുടെ ദൈവം വിടുതൽ നൽകുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം മരണത്തിൽ നിന്ന് മോചനം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കാൻ പോകുന്നത്. ഈ ടീമിനോട് ചേർന്ന്, ഈ ആരാധന സമയത്ത് ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലും അവരുടെ കുടുംബങ്ങളിലും എത്ര കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും ആ കുടുംബങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി പ്രവഹിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും ആ മണ്ണിലും കാലാവസ്ഥയിലും ഇന്ന് പ്രകടമാകും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ദൈവമക്കൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് വലിയ വിടുതലിൻ്റെ ശുശ്രൂഷ മണ്ണ്, കാലാവസ്ഥ, കൃഷിയിടങ്ങൾ, തൊഴിൽ മേഖലകൾ, വളർത്തുമൃഗങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ ശല്യങ്ങളെയും നാരകീയ പീഡകളെയും ദുരാത്മസേനകളെയും ശാസിച്ച് പ്രാർത്ഥിക്കുന്ന വിടുതലിൻ്റെ ശുശ്രൂഷയെ കർത്താവ് നമുക്ക് നൽകുന്നു. ഇങ്ങനെ ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. ദൈവാത്മാവിൻ്റെ അഭിഷേകം കത്തിപ്പടർന്ന് ദൈവാത്മാവിൻ്റെ അഭിഷേകത്തെ ജ്വലിച്ച് ഈ മണിക്കൂറുകൾ വലിയ അത്ഭുതത്തിൻ്റെ മണിക്കൂറായി മാറട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് വിളിക്കാം. ദൈവമേ, ആത്മാവിനെ അയക്കണമേ. കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ആത്മാവിനെ അയക്കണമേ, അയക്കണമേ, ആത്മാവിനെ അയക്കണമേ, വിടുതലിന്റെ ആത്മാവിനെ നൽകണമേ, അധികാരത്തിന്റെ ആത്മാവിനെ നൽകണമേ, ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. കൃപകൾ ചൊരിയണമേ, അഭിഷേകം ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞാനും എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ, ഈ നിമിഷങ്ങളിൽ ഞാനും എൻ്റെ മക്കളും പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് എൻ്റെ ഭവനത്തെ, എൻ്റെ കൃഷിയിടത്തെ, എൻ്റെ ജോലി സ്ഥലത്തെ, എൻ്റെ വളർത്തുമൃഗങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ശക്തികളെയും ശാസിക്കാൻ തക്കവിധം അത്ഭുതകരമായ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ആത്മാവിനെ നൽകണമേ, ആത്മാവിനെ അയക്കണമേ,
Holy power, holy power, mighty power, mighty anointing. ആത്മാവിനെ അയക്കേണമേ അത്ഭുത കൃപകൾ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. കൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. കൃപകൾ ചൊരിയണമേ, ഈ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാഥാ. സകല തിന്മകളുടെ മേലും അത്ഭുതകരമായ അധികാരത്തോടെ ഇരിക്കുന്ന യേശുക്രിസ്തു ഇതാ ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരികയാണ്. കൂടോത്രം, മന്ത്രവാദം, ആഭിചാര പ്രവർത്തനങ്ങൾ, ക്ഷുദ്രവിദ്യ, എതിർ പ്രാർത്ഥനകൾ, എതിർ പൂജകൾ, എതിർ ക്രിയകൾ, ഇങ്ങനെ ഈ സമൂഹത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിനും എതിരായി, ഓരോ വ്യക്തിക്കും എതിരായി, ഓരോരുത്തർക്കും എതിരായി ഈ ഭൂമിയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർ പ്രാർത്ഥനകളോ എതിർ പൂജകളോ എതിർ ക്രിയകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ മുഴുവൻ ശക്തിയെയും ബന്ധിച്ച് കെട്ടി നിത്യാഗ്നിയിലേക്ക് പൂട്ടുന്ന സമയമാണിത്. അവയുടെ എല്ലാ ശക്തിയെയും ബന്ധിച്ച് കെടുത്തി നിർവീര്യമാക്കുന്ന സമയമാണിത്. യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ ശക്തി ഇപ്പോൾ ഈ അൾത്താരിൽ നിന്ന് ഇടിമിന്നൽ പോലെ ഓരോരുത്തരുടെ ഭവനങ്ങളിലേക്ക്, ഓരോരുത്തരുടെ സ്ഥാപനങ്ങളിലേക്ക്, ഓരോരുത്തരുടെ കൃഷിയിടങ്ങളിലേക്ക് അത്ഭുതകരമായി പ്രവഹിക്കുകയാണ്. ഈ സമയത്ത് ഓരോ മകനും ഓരോ മകളും വിശ്വാസത്തോടെ യേശുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കൂടോത്ര ശല്യമുണ്ട്, മന്ത്രവാദത്തിന് ഉപദ്രവമുണ്ട്, ആഭിചാര പ്രവർത്തന ശല്യമുണ്ട്, പൈശാചിക ഉപദ്രവങ്ങളുണ്ട് എന്ന് തോന്നുന്ന മേഖലകളിലേക്ക് യേശുവിന് ശക്തി പ്രവഹിച്ച് സകല എതിർ ശക്തികൾ നിർവീര്യമാകാൻ മകനെ, മകളെ, ഇപ്പോൾ നീ യേശുവിനെ നാമം വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമം അഗ്നിയത്രേ. യേശുവിന്റെ നാമമാകുന്ന അഗ്നിയാൽ ഇപ്പോൾ പൂജകളും ക്രിയകളും എതിർ പ്രാർത്ഥനകളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, നാമത്തിൽ വിടുതൽ, വിടുതൽ. മന്ത്രതന്ത്രങ്ങൾ യേശുനാമത്തിൽ കത്തിപ്പോകട്ടെ. കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. യേശുവിന്റെ നാമം അഗ്നിയത്രേ. യേശുവിൻ നാമം അഗ്നിയത്രേ. യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ നാമം അഗ്നിയത്രേ. യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ ആത്മാവ് അരുളി ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ ആത്മാവ് അരുളി ചെയ്യും ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. കോട്ടകൾ തകർന്നു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ദൈവമക്കളുടെ ഭവനങ്ങളിൽ ദൈവമക്കളുടെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന സകല സാത്താന്യ കോട്ടകളും പൊട്ടി തകരട്ടെ. സകല സാത്താന്യ നിരകളും നിർവീര്യമാകട്ടെ. പിതാവേ, സഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച്, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഓരോ കുടുംബത്തിൽ നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും അവരുടെ സ്ഥാപനങ്ങളിൽ നിന്നും കൂടോത്ര ശക്തികളെ, മന്ത്രവാദ ശക്തികളെ, ആഭിചാര ശക്തികളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച് കെട്ടി നിർവീര്യമാക്കുന്നു. നിർവീര്യമാകട്ടെ. നാമം വ്യാപരിക്കട്ടെ. പവർ, 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 പവർ. അഗ്നി ഇറങ്ങട്ടെ.
പവർ പവർ. യേശുവിനാത്മാ അരുളി ചെയ്യും വിധിയുടെ കോട്ടകൾ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അരുളി ചെയ്യും വിധിയുടെ കോട്ടകൾ തകർന്നു വീഴും. വിശ്വാസത്തോടെ സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും. യേശുവിൻ നാമത്തിൽ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിൻ നാമത്തിൽ സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും. യേശുവിൻ നാമത്തിൽ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ മക്കളുടെ മേൽ അങ്ങയുടെ കരുണയുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഓരോ കുടുംബത്തിലും, ഓരോ പ്രദേശത്തും, ഓരോ ഭവനത്തിലും, ഓരോ കൃഷിയിടങ്ങളിലും, ഓരോ ബിസിനസ് സ്ഥാപനങ്ങളിലും, വാഹനങ്ങളിലും ദൈവം മക്കളുടെ പരാജയം ആഗ്രഹിച്ച് ആധിപത്യം പുലർത്തുന്ന എല്ലാ ആധിപത്യ ശക്തികളെയും, ദുഷ്പ്രഭുത്വങ്ങളെയും, അന്ധകാര സേനകളെയും, കൂടോത്ര ശക്തികളെയും ദിവ്യ കാരുണ്യ ഈശോയുടെ ആശീർവാദത്താൽ ഇപ്പോൾ ബന്ധിച്ച് കെട്ടി നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓരോ മകനും ഓരോ മകളും വിശ്വാസത്തോടെ യേശുവിലേക്ക് കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഉറക്കെ വിളിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ യേശുവിനെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്. യേശുവിനെ വിളിക്കുക. യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാത്താന്റെ എല്ലാ ആധിപത്യ ശക്തികളെയും ദിവ്യ കാരുണ്യ ശക്തിയാൽ ഇപ്പോൾ ബന്ധിച്ച് കെട്ടുന്നു, നിത്യാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. നിർവീര്യമാകട്ടെ. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും. യേശുവിൻ നാമത്തിൽ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ, അത്ഭുത ബലം പ്രവഹിക്കട്ടെ. യേശുവിന്റെ ശക്തിയാൽ, യേശുവിന്റെ ശക്തിയാൽ ദൈവമക്കളുടെ പീഡയുണ്ടാക്കുന്ന ദുർഭൂത ശക്തികളെ ശാസിക്കുന്നു, ദുരാത്മാക്കളെ ശാസിക്കുന്നു, നിർവീര്യമാക്കുന്നു. നിർവീര്യമാകട്ടെ. നാമത്തിൽ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി വിടുതൽ ദൈവമക്കളുടെ മേൽ ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുമ്പിൽ. ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ മുൻപിൽ. ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയാ. ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയാ. ഹല്ലേലൂയ മറനാഥാ. എൻ്റെ വീട് ആലപ്പുഴ ജില്ല പുളുങ്കുന്ന്, കുട്ടനാടെന്ന് പറയും, കുട്ടനാട് പുളുങ്കുന്ന്. ഞാൻ വർഷങ്ങളായിട്ട് നടുവേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. വർഷങ്ങളായി, ഏതാണ്ട് ഒരു 10-15 വർഷം ആയിട്ടുണ്ട്. 15 വർഷം. ഞാൻ നായിക്കപ്പറമ്പ് വെച്ച് എൻ്റെ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി പള്ളിയിൽ പോയി. എനിക്ക് അന്നേരം ഒരു ആശ്വാസമൊക്കെ വന്നു. എൻ്റെ കയ്യിരിപ്പിച്ചിട്ട് മോശമായിരുന്നു, അതാണ് നടുവേദന ചെറു അങ്ങ് കൂടുമായിരുന്നു. ഞാൻ ഇപ്പോൾ ഉത്തർപ്രദേശത്തെ മിലിറ്ററി ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മിലിറ്ററിയുടെ ക്യാൻറ്റീനിൽ ഫുഡ് കൊടുക്കുന്ന ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ ഇഷ്ടംപോലെ മദ്യമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എനിക്കൊരു കാലിങ്ങനെ എടുത്തു വെച്ചു ജോലി ചെയ്യാൻ എത്ര വേദനയാണ്. അപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. ഞാനിവിടെ ഒരു ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അട്ടപ്പാടി, ഈ ഡിസംബർ 31-നാണ്. അതുകൊണ്ട് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ വിഷമിച്ചാണ് 3 ദിവസം ട്രെയിനെ യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ഇരിക്കാനും മേലെ ദിക്കാനും മേലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഒരു വശം വെച്ച് കിടക്കാൻ മേലെ, ഇവിടെ മേലെ ഇങ്ങനെ കിടക്കാൻ മേലെ. അത്ര ബുദ്ധിമുട്ടിയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് ക്രിസ്മസ് ഞാൻ 30-ാം തീയതി ഇവിടെ വന്നു, 31-ാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നു. ധ്യാനം കൂടി 3-ാം ദിവസം നടുവേദനയ്ക്ക് സൗഖ്യം ഇവിടെ വിളിച്ചു പറഞ്ഞു. എനിക്ക് തന്നെയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ വയറ് വീർത്ത് നീർക്കെട്ട്, വയറ്റ് ഭയങ്കര നീർക്കെട്ട്, വയറ് വല്ലാതെ വീർത്തിരുന്നു. അതും എനിക്ക് സൗഖ്യം കിട്ടി. എനിക്ക് ഇത് എത്ര നാളായിട്ടുള്ളതായി വയറിങ്ങനെ? വളരെ ചെറുപ്പം മുതലുണ്ട് എനിക്ക്. അങ്ങനെ ഇരിക്കും 30-35 വർഷമായിട്ട്. 35 വർഷം കുറേതായിട്ടുണ്ട്. എനിക്ക് എൻ്റെ 50 വയസ്സ് പ്രായമുണ്ട്. എനിക്കൊരു 12-13 വയസ്സ് തുടങ്ങിയാണ് ഞാൻ ബീഡി വലി, സിഗരറ്റ്, ബീഡി, കഞ്ചാവ്, അങ്ങനെ കിട്ടുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഞാൻ കഴിക്കും.
16 വയസ്സിൽ ഓപ്പണായിട്ട് ഞാൻ ഷാപ്പിൽ കയറി കള്ളുമൊക്കെ കുടിക്കുന്ന ആളാണ്. എനിക്ക് കള്ളുകുടിയോട് വളരെ ആസക്തിയാണ്. പക്ഷേ ഇവിടെ മദ്യത്തിനോട് ആസക്തിയുള്ളവർക്ക് സൗഖ്യം കിട്ടുന്നതെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് എനിക്ക് തന്നെയാണെന്ന് മനസ്സിലായി. എനിക്കിപ്പോൾ അതിനോട് യാതൊരു ആസക്തിയും തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു വെറുപ്പ് തോന്നുകയാണ് അല്ലേ? വെറുപ്പോ എനിക്കെന്തോ ഒരു അലർജി പോലെ ഇപ്പോൾ തോന്നിക്കുന്നത്. എനിക്കതിനോട് ഒരു ആഗ്രഹവും ഇല്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധ്യാനം കൂടാൻ വേണ്ടി ഉത്തർപ്രദേശിലെ മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്നാണ് ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് വലിയ സൗഖ്യങ്ങൾ കർത്താവ് നൽകി. 15 വർഷത്തിലെങ്കിലും മിനിമം 15 വർഷമെങ്കിലും ആയിട്ടുള്ള ആ നടുവേദന, ഇത് കാലിൽ എങ്ങനെയൊന്നും എടുത്തു വെച്ച് വർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന് വിഷമിച്ചിരുന്ന സഹോദരൻ, ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കാനോ ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കാനോ പറ്റാതെ വേദന അനുഭവിച്ച സഹോദരൻ ഇവിടെ വന്ന് കുമ്പസാരം കഴിഞ്ഞ് ഇന്നലെ തൊട്ട് ആ വേദന അപ്രത്യക്ഷമായി. ഇപ്പം കാണാനില്ല. ഇപ്പം ഒന്ന് കുനിയാം, നിവരാം, ചെരിയാം, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒന്നൊന്ന് കുനിഞ്ഞു നോക്കിയേ, ഒന്ന് കുനിഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ കുനിയാം. ഹല്ലേലൂയ. ഒന്നും കൂടെ കുനിയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എത്ര കുനിഞ്ഞാലും ശരി ഈ വേദന ഒരാഴ്ച വീട്ടിൽ ഈ ഒരാഴ്ച ക്രിസ്തുമസിന്റെ ആഴ്ച വെള്ളം ചൂടാക്കി പച്ചമരുന്നൊക്കെ ഇട്ട് ചൂടാക്കി ഭാര്യ ചൂടാക്കി തന്നെ കുളിച്ചോട്ട് ഇവിടെ വന്ന പിറ്റേ ദിവസം തൊട്ട് ഈ തണുപ്പ് കൂടിയ വെള്ളമാണ്. ഈ വെള്ളത്തിൽ കുളിച്ചോട്ട് എനിക്ക് കുഴപ്പമില്ല. ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് വെള്ളമാണ്. ഐസിനകത്ത് ചാടനത്തിന് തുല്യമാണത്. പ്രൈസ് ദി ലോർഡ്. ആ വെള്ളത്തിലാണ് കുളിച്ചത്, എന്നിട്ടും ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചെറുപ്പം തൊട്ടുള്ള സംഗതിയാണ് വയറിങ്ങനെ വീർത്ത് വീർത്ത് വരിക. ഇപ്പോൾ ഏതാണ്ട് 55 വർഷമുണ്ട്. 35-40 വർഷത്തോളമായിട്ടുള്ള ആ പീഡ കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി. ഇപ്പോൾ നല്ല ക്ലിയർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ കുട്ടിക്കാലം തൊട്ടുള്ളതാണ് പുകവലി ശീലം. പുകവലി എന്ന് പറഞ്ഞാൽ എല്ലാ അനാരോഗ്യ വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. കഞ്ചാവ്, ലഹരി, ഹാൻസ്, പാൻപരാഗ്, അങ്ങനെയുള്ള എല്ലാ അനുബന്ധ സാധനങ്ങളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതെല്ലാം എടുത്ത് അതിനോട് ഇപ്പോൾ ഒരു അലർജിയാണ് തോന്നണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അലർജി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓക്കാനും വരുന്നുള്ള അവസ്ഥ അത് ഈശോ നൽകിയതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് കൈയടിച്ച് എഴുതുന്ന തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.